ഡ്രിങ്കാണ്, മിൽക്ക് ഷേക്ക്. പക്ഷെ രാത്രിയായി, അപ്പം ഒരു പ്രത്യേക രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ട് ഞാനത് ഉണ്ടാക്കാൻ പോകണം. അപ്പം എന്താണ് ഗാർണിഷ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്താണ് ഡ്രിങ്ക് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ സാധാരണയുള്ള ബർത്ത്ഡേ കാൻഡിൽസ്, 10 രൂപയുള്ളൂ 10 പീസിനുണ്ട്. അപ്പം നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം മാത്രം നമുക്ക് മതി, കൂടുതൽ വേണ്ട. ഞാൻ ഒരു കാൻഡിൽ എടുത്തു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ രണ്ടാക്കി മുറിച്ചതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഇത് സൈഡിലേക്ക് വെക്കാം. നമുക്കിനി ഡ്രിങ്ക് ഉണ്ടാക്കാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്കാണ് അവക്കാഡോ മിൽക്ക് ഷേക്ക്. നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് അവക്കാഡോ മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഇനി അവക്കാഡോ മിൽക്ക് ഷേക്കിലേക്ക് അത് മുറിച്ച് രണ്ടാക്കി കുരു ഞാൻ മാറ്റി വെച്ചു. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പാണ് നമ്മൾ മെയിനായിട്ട് അവക്കാഡോ മിൽക്ക് ഷേക്കിന് ഉപയോഗിക്കുക. അതുകൂടാതെ തേനുണ്ട്, ഞാൻ ഇതിലേക്ക് ഹണിയാണ് ഉപയോഗിക്കുന്നത്, ഷുഗർ ഇടുന്നില്ല. പിന്നെ 300 ml ഫ്രോസൺ മിൽക്ക്. ഇതാണ് അവക്കാഡോ മിൽക്ക് ഷേക്കിന് വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമ്മുടെ അവക്കാഡോ ഞാൻ മുഴുവൻ എടുത്തില്ല, ഞാൻ കൊണ്ടതിൻ്റെ ഒരു 1.5 എടുത്തുള്ളൂ. ബാക്കി മുക്കാൽ ഭാഗം, 1.5 അല്ല മുക്കാൽ ഭാഗം ബാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അവക്കാഡോ എടുത്തിട്ടാണ് ഞാൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇനി മിക്സിയിലേക്ക് ഇടാം. അതുകൂടാതെ നമുക്ക് ഫ്രീസ് ചെയ്തിട്ടുള്ള പാലുണ്ടായിരുന്നു, അതൊരു 300 ml, അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ഇടാം, പക്ഷെ പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഹണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ തേൻ ഇതിലേക്ക് ഒഴിക്കാം മധുരത്തിന് പകരം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഒരു നൈറ്റ് ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത തവണ കാണുന്നവരെ ബൈ ബൈ.